ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വളരെ സ്പെഷ്യൽ വീഡിയോ ആണ്. ആൻഡ് ഇത് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ പേർപ്പസിനല്ല, ലൈക്ക് എൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഖത്തർ എയർവേസിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഖത്തർ എയർവേസിൽ ഞാൻ ക്യാബിൻ സർവീസ് ഡയറക്ടർ, അതായത് CSD എന്ന് പറയും, സൂപ്പർവൈസർ പൊസിഷൻ. അപ്പോൾ ഞാൻ ഖത്തർ എയർവേസിൻ്റെ ക്യാബിൻ ക്രൂ ആണ്. ഞാൻ 12 വർഷമായിട്ട് ഖത്തർ എയർവേസിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഇന്നത്തെ വൈ ദിസ് വീഡിയോ സോ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് മൈ ലാസ്റ്റ് ഫ്ലൈറ്റ് വിത്ത് ഖത്തർ എയർവേസ്. അപ്പം അതുകൊണ്ട് ഓഫ് കോഴ്സ് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. ഞാൻ റിസൈൻ ചെയ്തിട്ട് ഇതെൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റാണ്. അപ്പം ഞാൻ ഇന്ന് പോകാൻ പോകുന്നത് സിഡ്നിക്കാണ്. ഒരു ഓൾമോസ്റ്റ് 15 hours ഉണ്ടാവും ഫ്ലൈറ്റ്. അപ്പോൾ അറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്, ലൈക്ക് ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷനാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഫ്ലൈറ്റിന് പോകുമ്പോൾ മാക്സിമം എന്തൊക്കെ മെമ്മറീസ് ആക്ച്വലി കളക്ട് ചെയ്യാൻ പറ്റുന്നു, അത് ഇറ്റ് വിൽ ബി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ആൻഡ് അപ്പം അത് ജസ്റ്റ് ഒരു വീഡിയോ ആക്കി ഇടാം എന്നുള്ളത് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. സമയം ഇവിടെ 4 മണിയാകുമ്പോൾ വൈകുന്നേരം. അപ്പോൾ എനിക്ക് 6:30 എൻ്റെ റിപ്പോർട്ടിംഗ് ടൈം. ആൻഡ് 5:23 എൻ്റെ പിക്കപ്പ്. ഒന്നുകിൽ എനിക്ക് ഞാൻ പുറത്താണ്, കമ്പനി അക്കോമഡേഷനിലല്ല ഞാൻ താമസിക്കുന്നത്, ഞങ്ങൾ ഫാമിലിയായിട്ട് പുറത്താണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ അടുത്തുള്ള കമ്പനി അക്കോമഡേഷനിൽ നിന്ന് വേണം പിക്കപ്പ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ റെഡി ആവാനായിട്ട് ബാഗെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. എനിക്കിങ്ങനെ ആക്ച്വലി ഈ സമയത്ത് ഉറങ്ങേണ്ടതാണ് നമ്മൾ, കാരണം ഇത്രയും ലോങ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എനിക്കെന്തോ ഉറങ്ങാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ഹെവിനെസ് ഒക്കെ ഇല്ലേ നമ്മൾ ഇത്രയും ആക്ച്വലി 12 years ആയിട്ട് നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നത്. പെട്ടെന്ന് നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റ്, നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഊഹിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മൾ ആ ഒരു ലാസ്റ്റ് നമ്മളെ കോളേജിൻ്റെയൊക്കെ ഒരു ലാസ്റ്റ് ഡേ ആൻഡ് അല്ലെങ്കിൽ നമ്മുടെ സെൻഡ് ഓഫ് ഡേ, അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞു പോകുന്ന ആ ഒരു ഫീലില്ലേ, ഞാനിപ്പോൾ അതിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനപ്പോൾ എത്രത്തോളം എല്ലാം കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് മാക്സിമം ഞാൻ കവർ ചെയ്യാൻ ശ്രമിക്കാം. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ചായ കുടിച്ചുകൊണ്ട് നമുക്ക് റെഡി ആവാം. പിക്കപ്പ് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ഖത്തർ എയർവേസിൽ നമ്മൾ ക്രൂ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം ഓരോ ഫ്ലൈറ്റിനും ഓരോരോ ക്രൂ ആണ്. അപ്പം ഇന്ന് കാണുന്നവർ ചിലപ്പോൾ നാളെ കാണൂല, ചിലപ്പോൾ കണ്ടില്ലെന്നും വരും. ഞാൻ തള്ളണമല്ല കേട്ടോ, ബട്ട് അതാണ് അതിൻ്റെ സത്യം. ഇന്ന് ഞാൻ പോകുന്നത് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എയർബസ് 380 ആണേ. അപ്പം നമ്മുടെ ഇവിടെ ഖത്തർ എയർവേസിലാണെങ്കിൽ എല്ലാ ഫ്ലൈറ്റും എല്ലാവരും ഓപ്പറേറ്റ് ചെയ്യത്തില്ല. കുറച്ച് ഒരു 350 ഉണ്ട്, 330 ഉണ്ട്, പിന്നെ അതൊരു സെക്ഷൻ, അതൊരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്രൂവിനാണ്. പിന്നെ 380 ഒരു സെറ്റ് ഓഫ് ക്രൂവിനാണ്. അപ്പം ഞാൻ 380 ആണ്. ഓൾമോസ്റ്റ് ഞാൻ 5 years ഇവിടെ ആയപ്പോൾ എനിക്ക് 380 കിട്ടിയതാണ്. അപ്പം 380 എനിക്ക് എപ്പോഴും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ്. ഞാൻ എപ്പോഴും അതിനെ ആനവണ്ടി എന്നാണ് വിളിക്കുന്നത്. ഒരു 500+ ആൾക്കാരാണ് പോണത്. അപ്പം ഇന്ന് ഫുൾ ഫ്ലൈറ്റാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്ലാസ്, ബിസിനസ് ക്ലാസ്, പിന്നെ എക്കോണമി, ഇത്രയും ഇതുണ്ട്. ഇപ്പം 462 + 56 അല്ല 48 + 8 ഇത്രയും പ്ലസ് 25 ക്രൂ മെമ്പേഴ്സ്. നമ്മൾ 25 പേരാണ് ക്രൂ നമ്മൾ 380 എയർക്രാഫ്റ്റിൽ പോകുന്നത്. പ്ലസ് നമുക്ക് 4 ക്യാപ്റ്റന്മാരും കാണും. അപ്പോൾ ഇന്ന് ലോങ് ഫ്ലൈറ്റ് ആയിട്ട് 4 പേര് കാണും, 2 ക്യാപ്റ്റന്മാരും 2 ഫസ്റ്റ് ഓഫീസറും. അപ്പോൾ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൻ്റെ ഓവറോൾ ഇൻചാർജാണ് ഞാൻ. ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ പൊസിഷൻ CSD എന്ന് പറയുമ്പോൾ നമ്മൾ ഓവറോൾ ഇൻചാർജ് ആണല്ലോ. ആ ഫ്ലൈറ്റ് തന്നെ എനിക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഭയങ്കര സന്തോഷവും ഇമോഷണലും എല്ലാം ആണ്. പിന്നെ അപ്പം ഞാനും പിന്നെ 2 എക്കോണമി ഇൻചാർജും ഉണ്ട്. അപ്പം 2 CS. അപ്പോൾ നമ്മൾ ഗ്രേഡ് എന്ന് പറയുമ്പോൾ CSD, CS, F1, F2 അങ്ങനെയാണ്. അപ്പം നമ്മൾ 2 CS-മാർ, നമ്മൾ 3 ലീഡേഴ്സും. ആ ഫ്ലൈറ്റിലേക്കാണ് ഞാൻ റെഡി ആവാൻ പോകുന്നത്. ഓസ്ട്രേലിയ നല്ല ഫ്ലൈറ്റാണ്, കുഴപ്പമില്ല. ഞാനൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ 2019 തൊട്ട് ഞാൻ റിസൈൻ ചെയ്യാറ്. ഞാനിവിടെ ജോയിൻ ചെയ്ത സമയത്ത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലായിരുന്നു.
ഞാൻ എൻ്റെ 22 വയസ്സ് കഴിഞ്ഞ ഞാൻ 23ാമത്തെ ബർത്ത്ഡേ ഇവിടെ വന്നിട്ടാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇവിടെ വന്ന് അപ്പം ഞാൻ ഇങ്ങനെ എല്ലാവരും പറയും 2 ഇയേഴ്സ് കഴിഞ്ഞ് ബാക്ക് ഹോം പോകുന്നു. അതിന് ഞാനും പറയാം 2 വർഷം കൂടി വർക്ക് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ എത്ര കാലം വർക്ക് ചെയ്യാം അങ്ങനെ എന്താ പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ 1 ആയി 2 ആയി 3 ആയി 4 ആയി 5 ആയി 6 ആയി 7 12 കൊല്ലം കഴിഞ്ഞു. ഇവിടെ വന്നിട്ട് കല്യാണം കഴിഞ്ഞു. വർഷങ്ങളെ നമ്മൾ ക്രൂ ആയിട്ടിരിക്കുമ്പോൾ വർഷങ്ങൾ പോകുന്നത് അറിയാനേ പറ്റത്തില്ല. ക്രൂ US വിസ ഉണ്ടല്ലോ, അതൊക്കെ ക്യാൻസൽ ചെയ്യണം. അങ്ങനെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം യൂണിഫോംസ് എല്ലാം റിട്ടേൺ ചെയ്യണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമുക്ക് റിട്ടേൺ ചെയ്യണം. അങ്ങനെയൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും മണിക്കൂറത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ടേ നമുക്ക് റെസ്റ്റ് ഉള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മൾ പകുതി ക്രൂ ഉറങ്ങും, പകുതി ക്രൂ വർക്ക് ചെയ്യും. ആ സമയം വീണ്ടും അടുത്ത ക്രൂ പോവും, അടുത്ത ക്രൂ വർക്ക് ചെയ്യും. അങ്ങനെയാണ്. ഇങ്ങനെയുള്ള അൾട്രാ ലോങ് ഹോൾ, ഇതിന് അൾട്രാ ലോങ് ഹോൾ ഫ്ലൈറ്റ് എന്നാണ്. നമുക്ക് ഷോർട്ട് ഹോൾ, മീഡിയം ഹോൾ, ലോങ് ഹോൾ, അൾട്രാ ലോങ് ഹോൾ ഉണ്ട്. ഇത് അൾട്രാ ലോങ് ഹോളാണ്. അത് ഏറ്റവും വലിയ ഫ്ലൈറ്റ്. അപ്പം അതിനകത്ത് എന്തായാലും റെസ്റ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പോൾ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഫ്ലൈറ്റിൽ ഉറങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാലേ എനിക്ക് വർക്ക് നടക്കത്തില്ല. ഞാൻ ഇനിയിപ്പോൾ ഒരുങ്ങിയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ ഞാനിതാ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ റെഡി ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നിരിക്കുവാണ്. എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് ആയിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത്. എന്താ ഏട്ടൻ്റെ ഉദ്ദേശം? വന്നതിൻ്റെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിടാനാണോ? ചുമ്മാ ലൈക്ക് നമ്മള് പെൻഷൻ പറ്റുന്ന പോലെ ഞാൻ പെൻഷൻ പറ്റുന്ന പോലെ എന്നെ പറഞ്ഞു വിടാനായിട്ട് വന്നിരിക്കുകയാണ്. വരുന്നുണ്ടോ എൻ്റെ വീഡിയോയിൽ? ഓക്കെ ഏട്ടാ, എൻ്റെ ഈ 12 വർഷത്തെ ജേർണീനെ കുറിച്ച് ഏട്ടൻ എന്തെങ്കിലും ഒരു 2 വാക്ക് പറയാം. 12 വർഷത്തെ ജേർണിയെ കുറിച്ച് എനിക്കറിയത്തില്ല. കഴിഞ്ഞ 7 വർഷത്തെ ജേർണി അറിയാം. എന്താ? നീ ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് രാവും പകലില്ലാതെ കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതെ നടന്ന് അതിനൊരു റെസ്റ്റായിട്ട് കൂട്ടിയാൽ മാത്രം മതി. ഞാൻ ഈ ജോലിയൊക്കെ വിട്ടിട്ട് ആകെ ഡെസ്പായിട്ട് പുള്ളിയുടെ തലയിൽ കയറുന്നത് പുള്ളിക്ക് പേടി. ഇനി എൻ്റെ ഫുൾ ഉത്തരവാദിത്വം അല്ലേ ഏട്ടന്റെ തലയിലോട്ട് ഞാൻ വെച്ചു കൊടുക്കുവാണ്. എന്റെ മേക്കപ്പ് കിറ്റ്സ്, എന്റെ സ്കിൻ പ്രോഡക്ട്സ്, എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ്, എന്റെ നെയിൽസ്. എന്തായാലും പിക്കപ്പ് കിട്ടത്തില്ല, അത് പോയി അതിന്റെ വഴിക്ക്. ഇനി നമുക്ക് ക്യാബ് എടുക്കാം. അപ്പോൾ ഇതാണ് ഞങ്ങൾ ക്രൂ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം. ഇതിനെ QROC എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബസ്സുകളൊക്കെ കാണുന്നത് നമ്മുടെ ക്രൂവിൻ്റെ പിക്കപ്പ് ഡ്രോപ്പ് ബസ്സുകളാണ്. ഇവിടെ നമുക്ക് ഓരോ സ്റ്റാൻഡ് നമ്പേഴ്സ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് വന്നിട്ട് ഇവിടെ ബാഗ്, നമ്മൾ ഏത് ഫ്ലൈറ്റാണോ ആ ബാഗ് കൊടുക്കുക. നമ്മൾ എന്നിട്ട് സൈൻ ഇൻ ചെയ്യുക. വരുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് ബാഗേജ് തിരിച്ച് നമ്മൾ ഫ്ലൈറ്റ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ബാഗ്സ് എടുക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ ബ്രീഫിംഗ്. ഞങ്ങൾക്ക് ഒരു റൂം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അവിടെ നമ്മൾ ബ്രീഫിംഗ്, നമ്മൾ ആ ഫ്ലൈറ്റിനെ കുറിച്ചുള്ള ഡിസ്കസ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇമിഗ്രേഷനും കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി നമ്മൾ പോകും. അപ്പോൾ ഇത് ഞാൻ ബസ്സിൽ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ എയർക്രാഫ്റ്റിലേക്ക് പോകും. ഏറ്റവും
കൂടുതൽ ബിസി ആയിട്ടുള്ള ഒരു ഫേസാണ് ബോർഡിംഗ് ഫേസ്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം, ക്ലീനിങ് ചെക്ക് ചെയ്യണം. നമുക്ക് ഒരുപാട് ആസ് എ സൂപ്പർവൈസർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സൈൻ ചെയ്യണം. അത് ക്ലീനിങ് ടീമിനെ നമ്മൾ സൈൻ ചെയ്യണം, കേറ്ററിംഗ് ഒക്കെ ആണോ എന്ന് നോക്കണം, പിന്നെ എന്തെങ്കിലും ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് എഞ്ചിനീയേഴ്സിനെ എല്ലാവരും പറയണം. അപ്പം ഇത് ആക്ച്വലി ഒരു ടീം വർക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഒത്ത് വർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ക്ലിയറൻസ് കൊടുത്തിട്ട് അത് ഓൺ ടൈം നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡിലേ വരും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൈൻഡിൽ വെച്ച് നമ്മൾ മൾട്ടിപ്പിൾ വർക്ക് ചെയ്യുന്ന ഒരു ടൈം ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഓൺ ഗ്രൗണ്ട് ഒന്നിനും സമയം കിട്ടിയില്ല. അതുകൊണ്ട് സോറി, എനിക്ക് ബോർഡിംഗ് സമയത്തുള്ള ഒരു വീഡിയോസും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പം ഇത് ഞാൻ ആഫ്റ്റർ ടേക്ക് ഓഫ് ഉള്ള സർവീസാണ് കേട്ടോ, ഫസ്റ്റ് ക്ലാസ് സർവീസ്. ഓൺ ഗ്രൗണ്ട് എനിക്ക് ഡ്യൂറിങ് ബോർഡിംഗ് ആയതിനു ശേഷം പിന്നെ ഒന്നിനും സമയം കിട്ടിയില്ല. നമ്മുടെ ക്രിയേറ്റിക്ക ലൗഞ്ച് ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൗഞ്ച്. അപ്പം ഞാൻ ഇവിടെ ഓരോരുത്തരും ഓരോ ക്രൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ചുമ്മാ ഓരോന്നൊക്കെ ഇങ്ങനെ നിങ്ങളെ കാണിക്കുമായിരുന്നു. ആക്ച്വലി ഇതിന് ഒരു ലൗഞ്ച് മാനേജറായിട്ട് ഒരു ക്രൂ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നമുക്ക് സർവീസിന് വേണ്ടിയിട്ടുള്ള ലിനൻസ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വരും. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സർവീസിന് മുന്നേ ആയിട്ട് നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഉള്ളത് ആ സമയത്ത് നമ്മൾ ഇതൊക്കെയാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതായത് ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ലേപ്പ് ചെയ്യുന്ന സംഭവമാണ്. അപ്പം അതിൻ്റെ നാപ്കിനും ടേബിൾ നാപ്കിനും കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് ക്രൂവിന് വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ മീൽസ് വരുന്നത് നമ്മളിങ്ങനെ റിക്വസ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്ലേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കാറ്. ബിസിനസ് ക്ലാസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ്സിന്. എക്കോണമിയിലെ കാസറോൾസ് ആയിരിക്കുമല്ലോ, നമ്മൾ ഹീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ ഹീറ്റ് ചെയ്ത് പ്ലേറ്റ് ചെയ്ത് വേണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റെസ്റ്റുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഉറങ്ങാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ എനിക്ക് ഉള്ള ടൈം അസൈൻ ചെയ്ത ടൈമിൽ ഞാനിങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഫൈനലി ലാൻഡ് ചെയ്ത് ഹോട്ടലിലെത്തി. ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 15 മിനിറ്റ്സിൽ റെഡി മീൻസ് മേക്കപ്പ് പോലും മാറ്റിയില്ല. പെട്ടെന്ന് ഫുഡോ ഇല്ലെങ്കിൽ റെസ്റ്റോറൻ്റ് എല്ലാം അടച്ചു പോകും ഇവിടെ സിഡ്നിയിൽ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പോയി ഫുഡ് വാങ്ങി കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്ത് തിരിച്ചു വന്നു. ഫ്ലൈറ്റ് എല്ലാം കുഴപ്പമില്ലായിരുന്നു, നല്ല രീതിക്ക് പോയി. ഇനി ഒരു സെക്ടർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഖത്തർ എയർവേസ് ആയിട്ടുള്ള ലാസ്റ്റ് ഫ്ലൈറ്റ് കഴിയും. അപ്പോൾ അതിനി എങ്ങനെയാവും, നല്ലതാവണമെന്ന് വിചാരിക്കുന്നു. ക്രൂ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് വിശേഷം. സിഡ്നിയിലെത്തി. ഹലോ, അപ്പോൾ ഇവിടെ പോകാനുള്ള സമയമായിരിക്കുകയാണ്. ഇനി ഒരു 1 hourൽ വേക്കപ്പ് വരും. അപ്പം ഞാൻ അതിന് മുന്നേ ആയിട്ടൊന്നൊരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു.